Hey all, welcome back to another vlog. നമ്മളുടെ കേരള ടു കാശ്മീർ യാത്ര ഗുജറാത്തിലാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ യൂണിറ്റി ഓഫ് സ്റ്റാച്യു അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിന് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് 760 ഫോർ ദ ചെസ്റ്റ് ലെവൽ. ഓക്കെ, പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഒന്ന് താഴെ വരെ പോകാം, പിന്നെ നമുക്ക് പകുതി വരെ പോകാൻ പറ്റും. അങ്ങനെ 2 ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇവിടുന്ന് ഓട്ടോ അല്ലെങ്കിൽ ബസ് ത്രൂ ആണ് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടേക്ക് നമ്മുടെ വണ്ടി കയറ്റി വിടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി നമുക്ക് യൂണിറ്റി ഓഫ് സ്റ്റാച്യുവിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഗൈസ്, AC ബസ്സൊക്കെ കേട്ടോ, വൺ സെറ്റപ്പാ. ഓട്ടോ ഇലക്ട്രിക് ബസ്സായിട്ട് അവിടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കണേ. മിനിറ്റ് മിനിറ്റ്സ് ബസ്സുകളാണ്. ഒരു ലാഗില്ല. അതുമെല്ലാം ഫുൾ AC സർവീസുകൾ. സംഭവം വേറെ മൂടം ഞാൻ ഉണ്ടാവും. ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് നോക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്യു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത് നമ്മുടെ ഇന്ത്യയിലാണ്. അത് കാണാനാണ് നമ്മൾ പോണേ. ഓക്കെ, സംഭവം നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതാ ചൂട് കഴിച്ച്. സംഭവം ഇവിടെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. കണക്റ്റഡാണ് മൊത്തം. എല്ലാ സർവീസ്, ഓട്ടോ ഉണ്ട്, ഫുഡ് എല്ലാം അവിടെ അവൈലബിളാണ്. ഒന്നിനൊരു പോസ്റ്റ് ഇല്ല. വെയിലത്തോടെ നടക്കണ്ട. ഫുൾ തണലുണ്ട്. ഓൾ സെറ്റാണ് ഇവിടെ. പുള്ളിക്കാരനാണ് സ്റ്റാച്യു, സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മൾ പണ്ട് കുറേ പഠിച്ചിട്ടൊക്കെ ഉണ്ട് സോഷ്യൽ. നമ്മളിതിൻ്റെ ഇടയിൽ ക്രിക്കറ്റ് ഇട്ടാ നമ്മളെ ഹാൻഡ് ബാഗ് സ്കാൻ ചെയ്യാൻ വേണ്ടി കയറ്റിട്ടു. നോക്കുമ്പോൾ എന്തോ സ്റ്റോർ അവർ കണ്ടുപിടിച്ചേലേ. 1/2 മണിക്കൂർ നിന്ന് ഞങ്ങളെ പരിശോധിച്ചു. ബാഗ് അറഞ്ചം പുറഞ്ഞം തപ്പി, ഒന്നും കിട്ടണില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് അവർ എന്നിട്ട് എൻ്റെ ബാഗിൽ നിന്ന് ഗോപ്രോൻ്റെ ബാറ്ററീസ് എല്ലാ സാധനങ്ങളും അവർ അരിച്ച് പറക്കി നോക്കി. എഗെയിൻ അവർ സ്കാൻ ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ല, സാധനം കിട്ടണില്ല കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന ടാങ്ക് ബാഗാണല്ലോ, അത് മാഗ്നറ്റിക് ആണല്ലോ. ഈ സാധനം മാഗ്നറ്റ് അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ബീപ്പടിക്കണതാണ്. ഇതിന്മേ അവരെങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ മാഗ്നറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, സാർ ഐ തിങ്ക് മാഗ്നറ്റ് ഇസ് ദ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടിച്ചു കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ അതാണ് പ്രശ്നം. എന്നിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാൾ ചോദിക്കുക എവിടെയാ നാടെന്ന്. ഇത്ര നേരം 1/2 മണിക്കൂർ ഞങ്ങൾ നിർത്തി പൊരിച്ചു വിട്ടാൽ അവർ ഏത് ബാഗ് തക്കണോ ഇതാക്കണോ. ഞങ്ങൾ അങ്ങനെ ടെൻഷനായി പോയി. ഒന്നുമില്ലല്ലോ ശരിയാ ബാഗിൽ. പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ ഒരു പണി. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടേ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നാട് എവിടെയാ നോക്കെ. അതേ അല്ലേ, നോക്കുമ്പോൾ കണ്ണൂരിലൊരു പുള്ളിക്കാരൻ CISF. അങ്ങനെ പിന്നെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ആൾ പറഞ്ഞു ഇതൊരു ഇവിടുത്തെ എന്താ പറയുക പ്രൊസീജിയറാണോ പറഞ്ഞു. അങ്ങനെ അപ്പം ഞങ്ങൾ അവിടെ സ്റ്റാച്യൂവിനാണ് നടന്നുകൊണ്ടിരിക്കണം. സെറ്റാണ് കേട്ടോ. നോക്കിയേ, നമ്മളിൽ നിന്നോടത്താ മതി. ഇവിടെയും കൂടി AC ഇല്ല. ഇവിടെ മാത്രമേ AC ഇല്ലാത്തതുള്ളൂ കേട്ടോ. ബാക്കി എല്ലായിടത്തും AC ഒക്കെ സെറ്റാണ്.
രക്ഷയില്ലാട്ടാ, ഭീകര സാധനമാണ്. വേൾഡിലെ തന്നെ ടോപ്പാണല്ലോ. പിന്നെ ഞാൻ പിന്നെ ഭയങ്കരമാണ് മറ്റേതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ചിന്തിച്ചാൽ മതിയല്ലോ. ഏത് സാധനല്ലേ, സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മളാണെന്നുണ്ടെങ്കിൽ ഗാലറി വ്യൂയിലോട്ടാണ് പോകണത്, താഴത്തല്ല. നോർമലി താഴത്ത് കാണണമാർക്ക് ഇത് അങ്ങനെ കയറി മോളിക്കാണ്ട് കയറിയാൽ മതി. പക്ഷെ നമ്മൾ പോകണത് ഗാലറി വ്യൂ. ഓ സെറ്റ് പോണേ, ചൂട്ടത്തിന് എ സിയിൽ വരുമ്പോൾ സുഖം. ലിസ്റ്റിലാണ് കയറാൻ. അടുത്തത് നമ്മളാണ് ഫസ്റ്റ്. നമ്മുടെ മുന്നേ വേറെ രണ്ടെണ്ണം കയറി കഴിച്ച്. പക്ഷെ എൻ്റെ മോനെ നമ്മൾ വേറെ ഒരു ലോകത്തെത്തിയ പോലെയല്ലോ. മോനെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിയേ, ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. പക്ഷെ മോനെ അതിൻ്റെ താഴ്ത്തിക്ക് നോക്കിയേ, കിളിവൂലേ, ഇത് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറുകൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റ്. എൻ്റെ മോനെ ഏത് ഹൈറ്റിലാണെങ്കിൽ സീൻ ഹൈറ്റിലാണ് നമ്മള്, വേറെ മൂഡ് ഹൈറ്റിലാണ് നിൽക്കണേ. നോക്കിയതിൻ്റെ സ്ട്രക്ചർ. പക്ഷെ എൻ്റെ പൊന്നെ താഴ്ത്തിയാകുമ്പോ കിളി പോവും. വിള്ളല അവിടെ ശരിയാട്ടോ, വിള്ളലൊക്കെ ഉണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർജി വേറെയാണ് ഗൈസ്. ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്, അതുകൊണ്ട് കാണാം. ഇതിന്റെ മുകളിലും സ്വിഗ്ഗി ഡെലിവറി ആണോ? ഇതൊരു ഡാം നമുക്ക് കാണാൻ പറ്റൂട്ടോ, നർമ്മദ റിവർ ആൻഡ് ഡാം.
പോയിൻ്റൊക്കെ കണ്ട് ഇനി ഇവിടെ ഇറങ്ങാം കേട്ടോ. ഓക്കെ, ലിഫ്റ്റ് സൈഡ് ലിഫ്റ്റിന് എന്തിലുള്ളൂ. നമ്മളെല്ലാം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടെ നിന്ന് നല്ല പുറത്തിറങ്ങണം. നമുക്ക് കഴിച്ചിട്ടൊന്നുമില്ല. ഫുഡിൻ്റെ എന്തെങ്കിലും നോക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വേൾഡ് ടോളസ്റ്റ് സ്റ്റാച്യുവിൻ്റെ വീഡിയോ കളി ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ. നമ്മുടെ ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലുതാണെന്ന് അറിയാലോ. ഓൾമോസ്റ്റ് അതൊരു 182 meters ഈ സാധനം ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ തൊട്ടതായിട്ട് നിൽക്കുന്ന നമ്മുടെ ചൈനയുടെ നമ്മുടെ ബുദ്ധ ടെമ്പിൾ, അതിന് വരുന്നത് ഏകദേശം 153 ഹൈറ്റ് ഉള്ളൂ. നമ്മുടെയാണ് ഏറ്റവും ടോപ്പ് 182 meters ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാച്ചു ഓണാക്കിയത് അറിയാലോ. 2018 ഇത് ഇന്നഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഓപ്പൺ ആയത് കാര്യങ്ങളെല്ലാം ആയത്. അപ്പം അങ്ങനെയൊക്കെയാണ് അടുത്ത കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ വിശേഷങ്ങൾ. ഫോട്ടോ തരാം. ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ ഇനി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.